അസ്സലാമു അലൈക്കും. അബ്ദുല്ല കാസർഗോഡാണ്. സഹോദരന്മാരെ, നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കൂടെ സംസാരിക്കാൻ വീണ്ടും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കാരണം വയനാടും മറ്റ് പരിസര പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലും പ്രളയമൊക്കെ ഉണ്ടായി. അതിനൊരുപാട് സജീവമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം എത്ര കൊടുത്താലും തികയാത്ത നമ്മളെ സജീവ പ്രവർത്തകർ, വഹിച്ചു കാട്ടിട്ട പ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ അവരവരുടെ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി ബാക്കി മറ്റു പലരും ഒഴുകി നിൽക്കുന്ന സന്ദർഭത്തിൽ വയറ്റുകാടിനെ പറ്റി എത്ര പറഞ്ഞാലും തികയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നും അവർ പ്രവർത്തനത്തിൽ തന്നെയാണ്. കാരണം അവർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഉരുൾപൊട്ടലിനും വിഷമത്തിലൊക്കെ അകപ്പെട്ടുപോയ ജനങ്ങൾ, അവർ ശരിക്കും കിടന്നുറങ്ങുന്നവർക്കും, അവർ ശരിക്കും ഒന്ന് ചിരിക്കുന്നവർക്കും, അവർ ശരിക്കും ഒന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കും, സാധ്യത സമാധാനത്തിൽ ജീവിക്കുന്നവർക്കും ഞങ്ങൾക്കൊരു റെസ്റ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയറ്റുകാടിൻ്റെ പ്രവർത്തനം ഇപ്പോഴും സജീവമായി തുടർന്നു കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് പറയാനുള്ള കാരണം. കാരണം ഇപ്പോഴും ഞാൻ അവരെ കണ്ടതുകൊണ്ട് അവരുമായിട്ട് ഒരു വീഡിയോ പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. സഹോദരന്മാരെ, നമ്മളെ വയറ്റുകാടിൻ്റെ പ്രവർത്തകർ ഇപ്പോഴും സജീവമായി പ്രവർത്തനത്തിലുണ്ട്. അവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യത. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണുക നിങ്ങൾ. വളരെ തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വയനാട്ടിലെ മേപ്പാടിയിലെ ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഈ ദുരന്തമുണ്ടായ അന്ന് മുതൽ തന്നെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെയും പി കെ ഫിറോസിന്റെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പി കെ ബഷീർ MLA കൺവീനറായിട്ടുള്ള ഒരു ഉപസമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ട് പാർട്ടിയും പാർട്ടിയുടെ പോഷകഘടകങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇതിനകം തന്നെ സർക്കാർ നൽകിയതിൽ നിന്ന് ഒരു പടിയായി മുകളിൽ നിന്നുകൊണ്ട് തന്നെ 15,000 രൂപ 651 കുടുംബങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചു. കേരളത്തിൽ ആദ്യമായി തന്നെ വ്യാപാരി സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് 57ഓളം വ്യാപാരികൾക്ക് അവർക്ക് 50,000 രൂപ ധനസഹായമായി നൽകാൻ കഴിഞ്ഞു. ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ് നൽകി കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ഓട്ടോറിക്ഷ നൽകി. അതുപോലെ തന്നെ KMCCയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ ചെയ്യാൻ വിദേശത്ത് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞു. അതിൽ നിന്ന് 48 ആളുകളുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിലുള്ള അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ജീവനോപാധി ഉപകരണങ്ങൾ, ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട പെയിന്റിങ്ങിന്റെ പണിക്ക് പോയ ആളുകൾക്ക് തയ്യൽ ഉപകരണങ്ങൾ, അങ്ങനെ ഓരോ ആളുകൾക്ക് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവർക്കുള്ള ജീവനോപാധി പദ്ധതികൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. തീർച്ചയായും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. ഇപ്പൊ ഇന്നലെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ജയന്ത് എന്ന ഒരു സുഹൃത്തിൻ്റെയാണ് ഈ വാടക വീട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രാദേശിക ചാനലിലുള്ള വ്യക്തി ഞങ്ങളോട് വിളിച്ച് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഒരു സഹായം വേണമെന്നുള്ളത്. ഉടൻ തന്നെ നമ്മളത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റന്മാരോട് നിർദ്ദേശിച്ചു. അവരതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇന്ന് പ്രവർത്തന ഗോതയിലേക്കുണ്ട്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി പല ആളുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആർക്കും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ സമീപിക്കാം. എല്ലാ ആളുകൾക്കും അതിനുള്ള സഹായം ഒരുക്കും. ഇന്നലെ MSFന്റെ നേതൃത്വത്തിൽ ഈ പ്രളയബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു ഉല്ലാസയാത്ര എന്ന നിലയിൽ കണ്ണൂർ വിസ്മയിലേക്ക് യാത്ര നടത്തി. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പരിപൂർണ സഹായമായിട്ട് മുസ്ലിം ലീഗിന്റെ പാർട്ടി ഉണ്ടാവും. എന്താണ് ഈ അടുത്ത നിലവില് സ്റ്റേറ്റ് ടീമാണ് നമ്മളെ വയനാട് റെസ്ക്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. 150ഓളം നമ്മളെ വിവിധ ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള വളണ്ടിയേഴ്സും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള 150ഓളം വളണ്ടിയേഴ്സും ചേർന്ന് 300ഓളം വളണ്ടിയേഴ്സാണ് നമ്മളെ സന്നദ്ധ സേവന മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ, അത് മാൻ പവർ അവിടെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളോ മോർച്ചറികളോ ഒക്കെ നമ്മൾ നിലവിൽ പ്ലേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് എത്രത്തോളം ദിവസം നമുക്കിത് നീണ്ടു നിൽക്കുമോ അത്രത്തോളം ദിവസം ഞങ്ങൾ സന്നദ്ധരാണ്, സേവനത്തിന് സന്നദ്ധരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കണ്ടില്ലേ? കാരണം ലീഗിൻ്റെ നേതാക്കന്മാർ സജീവമായി പല പ്രവർത്തനം നടത്തുകയും 40 കോടിയോളം രൂപ പിരിപ്പിക്കുകയും ദുരിതാശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് സഹായകരമായിട്ട് സമാധാനത്തിന്, അവർക്കൊരു മനസ്സ് സമാധാനത്തിന് വേണ്ടി 15,000 ഒക്കെ ഓരോ കുടുംബത്തിൽ കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 46ഓളം ആളുകൾക്ക് ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഷ്ടപ്പെട്ടവർക്ക് 50,000 രൂപയൊക്കെ കൊടുത്തു.
പിന്നെ 8 സെൻറ്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. അതുപോലെ തന്നെ പിന്നെ വിദേശത്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം അവരുണ്ടാക്കിയപ്പോൾ തൊഴിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തനം, മുസ്ലിം ലീഗിൻ്റെയും വൈറ്റ് ഗാർഡിൻ്റെയും KMCCൻ്റെ ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർന്നു പോകുന്ന ഒരു സ്വഭാവവും അവർ ആ പ്രവർത്തനത്തിൽ, അതായത് വാക്കുകൊണ്ട് എന്ത് പറയുന്നു അത് തന്നെ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണം എന്നുള്ള ദൃഢനിശ്ചയമുള്ള ഒരു രാഷ്ട്രീയപരമായിട്ട് പാർട്ടിയാണെങ്കിൽ ഒരു പാർട്ടി നിലവിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം. അവർക്ക് വാടകയ്ക്ക് താമസിക്കുന്ന റൂം എവിടെ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പണി, അതൊക്കെ ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അവർ ഇതാണ് പറയുന്നത്, വൈറ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർണ്ണമായി നിർവഹിച്ചതിന് ശേഷം മാത്രമേ വിശ്രമം എടുക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ദൃഢനിശ്ചയവും അതുപോലെ തെളിവും കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഓരോ ഭാഗത്തുനിന്നും എല്ലാ കാര്യങ്ങളും എൻ്റെത് കഴിഞ്ഞ് പറഞ്ഞ് എല്ലാവരും ഇളക്കി പോകുമ്പോൾ വൈറ്റ് ഗാർഡിൻ്റെ 150ഓളം പ്രവർത്തകർ ഇപ്പോഴും സജീവമായിട്ട് ഓരോ പ്രവർത്തനത്തിലും മുഴുകി നിൽക്കുന്നെന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് എത്ര സ്മരിച്ചാലും എത്ര പ്രശംസിച്ചാലും പോരാ എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാ സംഘടനകൾക്കും ഒരുപാട് ഇതുപോലെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ഉണ്ട്. എന്നിരുന്നാലും വൈറ്റ് ഗാർഡിൻ്റെ സ്വഭാവം അതല്ല. അവർ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിട്ട് മാത്രമേ അടങ്ങി നിൽക്കൂ എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് കണ്ടത്. ഇതുപോലെ തന്നെ പല ഭാഗങ്ങളും അവർ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എത്ര തന്നെ നമ്മൾ പ്രശംസിച്ചാലും തികയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവരെ ഒരു പ്രവർത്തനത്തിൻ്റെ ശൈലി. അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് ആളുകളൊക്കെ പലതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുമ്പോൾ അവർ ഇപ്പോഴും അതിൽ തന്നെ മുഴുകി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾക്ക് ഈ കണ്ടത്. അതുപോലെ തന്നെ ഓരോ ഭാഗത്തും പല രൂപത്തിലും പ്രവർത്തനം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മേഖലയിലേക്കും അവർ ഈ പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇവർ അവിടെ കൊണ്ട് ആ പ്രളയം സംഭവിച്ച സന്ദർഭത്തിൽ അവർ രംഗത്തിറങ്ങിയവർ ഇന്നും അവർ സമാധാനത്തിലൊന്നും കിടന്നിറങ്ങിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം. അല്ലാഹു തആല അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾക്ക്. കാരണം ഇത് സാധാരണ പറഞ്ഞ എല്ലാ ആളുകൾക്കും അവരവരുടെ കുടുംബത്തിൻ്റെ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ബേജാറൊക്കെ സന്ദർഭത്തിൽ തന്നെയാണ് ഇതുപോലുള്ള പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് മനസ്സിലാക്കണം. ഇതിപ്പോൾ നമ്മൾക്ക് ഒരു പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം അതിനും ഒരു മനസ്സ് വേണമല്ലോ, അതിന് പ്രവർത്തിക്കാനും വേണ്ടി ഒരു മനസ്സ് വേണ്ടേ. കാരണം നമ്മൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ലീഗ് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സഹോദരന്മാരെ. കാരണം എത്ര പ്രശംസിച്ചാലും ലീഗിനെയും ലീഗിൻ്റെ പ്രവർത്തകരായ അതിൻ്റെ അടികളെയും അതുപോലെ തന്നെ അത് ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത ഒരുപാട് നല്ല മനുഷ്യരായ ജനങ്ങളും അവരൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നുള്ളതാണ്. കാരണം പാവങ്ങൾ സഹായിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മത്തിന് ഏറ്റവും വലിയ ധർമ്മത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. വലിയ പുണ്യമുള്ളതാണ്, പടച്ചവനടുത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം നമ്മളെപ്പോലത്തെ ആളുകൾക്കൊക്കെ അതുപോലെ ഒരു അപകടം വരുമ്പോഴേ നമ്മൾക്ക് അതിൻ്റെ വിഷമം അറിയും. ആ വിഷമത്തിൽ പെടാത്ത ആൾ ആ വിഷമത്തിൻ്റെ വിഷം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ അല്ലാഹു തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം, ഇപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ശിഹാബ് നിങ്ങൾ അനുസ്മരണ പരിപാടിയൊക്കെ ഇപ്പോൾ ഈ സെപ്റ്റംബർ 4 കഴിഞ്ഞു. അപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചെങ്കിൽ മുഹമ്മദ് ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ കാണിച്ചതൊരു മാതൃകയാണ് ഈ വൈറ്റ് ഗാർഡിൽ നമ്മൾ കാണുന്നത്. അത് എന്നും തുടർന്നു പോകാനും അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു തആല കൊടുക്കട്ടെ എന്നും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല നാളെ ഇത് തക്കതായ പ്രതിഫലം അല്ലാഹു തആലയുടെ ആ മഹശറിൻ്റെ നാളെ കിട്ടുന്ന കൂട്ടത്തിൽ വിഭാഗത്തിൽ പെടുന്നവരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഇപ്പോഴും അവർ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്നു എന്നുള്ളൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് 2 വാക്കുകളാണ് തോന്നിയത്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം, അതുപോലെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം. ഇതാരെങ്കിലും ഉയർത്താനോ അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാനോ പറയുന്നതല്ല. കാരണം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിലും, സജീവമായി നാവ് കൊണ്ട് പറയുന്ന കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും അതിൻ്റെ പോഷക സംഘടന എന്നുള്ള രൂപത്തിലുള്ള വൈറ്റ് ഗാർഡിനെ പോലത്തെ സംഘടന ഉണ്ടെങ്കിലും അത് ലീഗിൻ്റെ പ്രവർത്തകരെ ഉള്ളൂ എന്ന് കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചെങ്കിൽ എല്ലാ ആളുകളും പറയുന്ന പോലെയല്ല. കാരണം നമ്മളെ എതിർക്കുന്ന ആളുകൾ പോലും അല്ലെങ്കിൽ ലീഗിനെ എതിർക്കുന്ന ആളുകൾക്ക് പോലും ഈ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് പ്രശംസിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നിപ്പോകുന്നു. അവരിങ്ങോട്ട്
സ്വയം ഇങ്ങോട്ട് തന്നെ പറഞ്ഞു പോകുന്നു. വയറ്റുകാട് എല്ലാ സംഘടന പോലത്തെ സംഘടനയല്ല എന്ന് നമ്മൾ പറയുന്നതല്ല, മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും വയറ്റുകാടിനെ പ്രശംസിക്കുന്നത് നമുക്ക് കാണുമ്പോൾ. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഏതായാലും അൽഹംദുലില്ലാ അല്ലാഹു തആല അവർക്ക് എല്ലാ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന്, അതിനുള്ള ഗുണം അല്ലാഹു തആല കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതുപോലെ തന്നെ അപകടത്തിന് വിഷമൊന്നും പെടുന്നതിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ തെറ്റിട്ടുണ്ട് ക്ഷമിക്കണം. അടുത്ത് വിളിക്കുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഇരുകെട്ടിലും വിജയികളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.